തിരുവനന്തപുരം സ്വദേശിയും രാജ്യത്തെ പ്രമുഖ മാർഷൽ ആർട്സ് വിദഗ്ധനുമായ ഡോക്ടർ അരോജ് കുട്ടൻ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ശ്രദ്ധേയനായി. ലോക പ്രശസ്ത റെക്കോർഡ് സംഘടനയായ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഔദ്യോഗികമായി അംഗീകരിച്ച നഞ്ചക് വിഭാഗത്തിൽ 30 സെക്കൻഡിനുള്ളിൽ ഏറ്റവും കൂടുതൽ ഫിഗർ ഓഫ് 8 ചലനങ്ങൾ പൂർത്തിയാക്കുന്ന റെക്കോർഡിൽ അതിവേഗ നിയന്ത്രണത്തോടെയും കൃത്യതയോടെയും 135 ചലനങ്ങൾ പൂർത്തിയാക്കിയ അദ്ദേഹം പുതിയ ലോക റെക്കോർഡ് സ്ഥാപിച്ചു. 2025 ജനുവരി 27 തിരുവനന്തപുരത്ത് നടത്തിയ ഔദ്യോഗിക ശ്രമത്തിലൂടെയാണ് ഈ നേട്ടം കൈവരിച്ചത്. ഇതിനു മുൻപ് 132 ചലനങ്ങളോടെ റെക്കോർഡ് നേടിയിരുന്ന ബ്രിട്ടനിലെ ലെസ്റ്ററിൽ നിന്നുള്ള മാർഷൽ ആർട്സ് താരമായ ചിരാഗ് ലൂക്കയുടെ നേട്ടത്തെ മറികടന്നാണ് അദ്ദേഹം ചരിത്രം കുറിച്ചത്. വേഗത, കൈ കണ്ണ് ഏകീകരണം, ശരീര നിയന്ത്രണം, ദീർഘകാല പരിശീലനം എന്നിവയുടെ ഫലമായ ഈ വിജയത്തോടെ വർഷങ്ങളായി പരിശീലകനായും മാർഗദർശകനായും പ്രവർത്തിച്ച് നിരവധി യുവാക്കളെ ദേശീയ അന്തർദേശീയ തലത്തിലേക്ക് വളർത്തിയെടുത്തിട്ടുള്ളതിനോടൊപ്പം സ്വയം രക്ഷാവിദ്യ, യോഗ, ഫിറ്റ്നസ് പരിശീലനം തുടങ്ങിയ മേഖലകളിലും സജീവ സാന്നിധ്യമായ ഡോക്ടർ അരോജ് കുട്ടൻ. പിതാവ് കുട്ടൻ, മാതാവ് ഉഷാകുമാരി എസ്, സഹോദരൻ അരുൺ കെ, സിവിൽ പോലീസ് ഓഫീസർ, ആര്യനാട് പോലീസ് സ്റ്റേഷൻ, ഭാര്യ സംഗീത സത്യൻ, മകൻ അയാൻ. കോട്ടൂർ മാങ്കുടി ഉഷാഭവൻ എന്ന വിലാസത്തിൽ താമസിക്കുന്ന സ്പോർട്സ് കോച്ചും ഫ്രീലാൻസ് അനിമേറ്ററുമായ അദ്ദേഹം ഇതിനകം തന്നെ 40ലധികം ലോക റെക്കോർഡുകളും 20 ദേശീയ അന്തർദേശീയ അവാർഡുകളും ഉൾപ്പെടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ്, ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ്, ലണ്ടൻ വേൾഡ് റെക്കോർഡ്, ഒഫീഷ്യൽ വേൾഡ് റെക്കോർഡ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഇന്റർനാഷണൽ യോഗ ബുക്ക് ഓഫ് റെക്കോർഡ്, അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നീ നിരവധി അംഗീകാരങ്ങളും സ്വന്തമാക്കിയ വ്യക്തിയായതിനാൽ ഈ പുതിയ നേട്ടം കേരളത്തിനും ഇന്ത്യക്കും അഭിമാന നിമിഷമായി മാറുകയും യുവജനങ്ങൾക്ക് വലിയ പ്രചോദനമായി മാറുകയും ചെയ്യുന്നു. അതായത് അതിൻ്റെ ഒരു ഫിഗർ തന്നെ നമ്മളിപ്പോൾ ഒരു കണക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും റെക്കോർഡുകൾ എങ്ങനെയാണ് നമ്മളിത് സ്വന്തമാക്കാൻ വേണ്ടി എത്ര വർഷത്തെ ഒരു പ്രയത്നമാണ് അതിനകത്തുള്ളത്? ഒരു 3 വർഷം വേണ്ടി വന്നു. കൊറോണ ടൈം കഴിഞ്ഞ ഒരു സമയത്തായിരുന്നു. ആ ഒരു സമയത്തായിരുന്നു. അപ്പോൾ ഓൺലൈനായിട്ട് ആണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നെഞ്ചൊക്കെ ഇറക്കി തുടങ്ങുന്നത്. അതൊരു 15 മിനിറ്റായിരുന്നു. റിസ്ട്രോള് ചെയ്യുന്ന ഒരിത്, കയ്യുടെ റിസ്റ്റിൽ നിന്ന് കറങ്ങുന്ന ഒരു ഐറ്റമായിരുന്നു. ആദ്യമായിട്ട് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡാണ് കിട്ടിയത്. അതിനുശേഷം ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ ഓരോന്ന് നോമിനേഷൻ ചെയ്യുന്ന അനുസരിച്ച് നമുക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരുപാട് കാലത്തെ ഒരു പരിശീലനം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഈ കുട്ടികൾക്കൊക്കെ ഈ വേൾഡ് റെക്കോർഡ് കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ ശരിക്കും? തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഓരോരുത്തരും എൻ്റെ ക്ലാസ്സിലുള്ളവരെല്ലാം ഏകദേശം ഇനിയിപ്പം ലേറ്റസ്റ്റായിട്ട് വരുന്ന 2-3 കുട്ടികൾക്കല്ലാതെ എല്ലാവർക്കും ഏകദേശം 4, 5, 6 റെക്കോർഡ്സും 20ഓളം വേൾഡ് റെക്കോർഡ്സുകളുള്ള കുട്ടികൾ വരെ ഉണ്ട്. കുറഞ്ഞതൊരു 3-4 റെക്കോർഡ്സ് എല്ലാത്തിനും ഉണ്ട്. യോഗയിലും അല്ലാതെ മാർഷൽ ആർട്സ് അതിലായിട്ടുള്ള കുട്ടികളും എല്ലാത്തിലും അതിന് വേണ്ടിയിട്ടുള്ള ഞാൻ തീർച്ചയായിട്ടും എൻ്റെ അടുത്തെത്തുന്ന എല്ലാ പിള്ളേർക്കും എന്ന് പറയാൻ അവർക്ക് അവരുടേതായ ഒരു നെയിം അല്ലെങ്കിൽ സിഗ്നേച്ചർ ഞാൻ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതെല്ലാം ഇത് പഠിക്കുമ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു റെക്കോർഡ് സമ്പാദിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അതിന് കൃത്യം ചിട്ടയായ ഒരു പരിശീലനം വേണം. അപ്പോൾ അത് എവിടെ നിന്നാണ് ഈ പരിശീലനം ആദ്യം ലഭിച്ചത്? എവിടെ നിന്നാണ്? അതായത് ആദ്യമൊക്കെ ഓൺലൈനിലായിട്ട് അതായത് ഒത്തിരി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനെ അതിലോട്ട് എത്തിപ്പെടാൻ പറ്റിയത്. അപ്പോൾ ഓരോ തവണ ചെയ്യുന്ന കറപ്ഷൻസ് നോക്കിയെടുത്ത് ആണ് ഞാൻ അതിൻ്റെ കറക്റ്റ് ഇലാക്കി. എനിക്ക് ഏകദേശം ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നോക്കിയപ്പോൾ തന്നെ ഏകദേശം 4 ആഴ്ച വന്നു അതിൻ്റെ റിപ്ലൈ വരാൻ. അതിനുശേഷം എവിഡൻസ് സബ്മിറ്റ് ചെയ്തു. അതിനുശേഷം 4-5 ആഴ്ചകളെടുത്തു. പിന്നെ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു, കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരിത്. അതിനുശേഷം അതിനുള്ള സക്സസ് ആയിട്ടെന്നുള്ള മെസ്സേജ് വന്നു. അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ നമുക്കതിനെ കറക്റ്റ് അറിയാൻ പറ്റും. ഒരു റെക്കോർഡ്സിന് ഒരാൾക്ക് സബ്മിറ്റ് ചെയ്താൽ അവിടെ നമ്മൾ ആരോട് കോൺടാക്റ്റ് ചെയ്യണം, എത്ര സമയത്തിനകത്ത് അത് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഇപ്പോഴത്തെ സ്റ്റുഡൻസിനൊക്കെ ഏകദേശം നമുക്കൊരു 3 മാസം എന്ന് പറയുന്നത് 1 മാസത്തിനകത്ത് വെച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള ഒരു രീതിയിലേക്ക് ഞാൻ എത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മാർഷൽ ആർട്സിനകത്ത് ഇത്രയും റെക്കോർഡ് ഇന്ത്യയിൽ വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഇല്ല, എൻ്റെ അറിവിലില്ല. എത്ര റെക്കോർഡായി നമ്മുടെ ഇപ്പോൾ ഉള്ളത്? 45ഓളം വേൾഡ് റെക്കോർഡ്സും പിന്നെ ഒരു 10 നാഷണൽ അവാർഡ്, ഒരു 12ഓളം ഇൻ്റർനാഷണൽ അവാർഡ്സും ഉണ്ട്. അതായത് ഏറ്റവും കൂടുതൽ വേൾഡ് റെക്കോർഡ്സ് കിട്ടി എന്നതിനുള്ളൊരു വേൾഡ് റെക്കോർഡ്സ് എനിക്ക് ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് അവരെ ഇത് ഇപ്പം പഴയ ഒരുപാട്
ലഹരിയൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വളരുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന കുട്ടികൾക്ക് അതുകൊണ്ട് പറയാൻ എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ ഈ പഠിക്കാൻ വരുന്ന കുട്ടികൾ? തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുണ്ട്. ഞാൻ മാർഷൽ ആർട്സിന് മാത്രം പറയുന്നില്ല. ഏത് കഴിവ് നമുക്കുണ്ടെങ്കിലും അവർ പേരൻസ് അവർ വളർത്തി അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കതിനൊരു നിരുത്സാഹപ്പെടുത്താതെ അതിന് വേണ്ടിയിട്ട് തന്നെ അവരോട് എല്ലാ പഠനത്തിനെയും അതും കൂടെ ചേർത്ത് കൊണ്ടുപോകാൻ പറയേണ്ടതായിരിക്കും. കാരണം എന്ന് വെച്ചാൽ നമ്മുടേതായ ഇഷ്ടത്തിലുള്ള ഒരു കല നമുക്കുണ്ടാകുമ്പോൾ അതിനോടായിരിക്കും കൂടുതൽ അതിൻ്റെ കൂടെ ആയിരിക്കും നമ്മൾ. അപ്പം കൂടുതലും ഇപ്പോൾ ലഹരിയോടും അല്ലെങ്കിൽ പുതുതലമുറയിലുണ്ടാകുന്ന എല്ലാ ദുർഗുണങ്ങളോടും അവർ മാറി നിന്ന് അവരിഷ്ടപ്പെടുന്ന ആ ഒരു മേഖലയിലേക്ക്. അപ്പോൾ മാർഷൽ ആർട്സ് ആകുമ്പം ശരീരത്തെ എന്തായാലും അവർ കെയർ ചെയ്തേ പറ്റൂ. കാരണം എന്താ പറയുക, ഒരു ഫൈറ്റിംഗ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ അല്ലാതെ ഒരു കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നമ്മുടെ ശരീരം തളർന്നു പോകാതിരിക്കും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിനെ കെയർ ചെയ്യും. അപ്പോൾ കൂടുതലും ഇതുപോലത്തെ ലഹരി ഉപയോഗം തീർച്ചയായിട്ടും കുറയും എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള വിശ്വാസം. അങ്ങനെയാണ്. ഇനി എന്തെങ്കിലും റെക്കോർഡ് നേടാൻ ബാക്കിയുണ്ട്? ഇനി ഗിന്നസ് തന്നെ വേറെ ഐറ്റംസുകളിൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഒരു പ്രയത്നം നടത്തും. ഇപ്പോൾ 2 ഗിന്നസ് ആയിട്ടുണ്ട്. ഒരു പാർട്ടായിട്ടുള്ള ഒരു ഗ്രൂപ്പിൻ്റെതും പിന്നെ ഇൻഡിവിജ്വൽ ഒരു വേൾഡ് റെക്കോർഡും. അതാണ് കഴിഞ്ഞ ദിവസമാണ് അത് കിട്ടിയത്. റെക്കോർഡുകളുടെ പെരുമഴക്കാലം തീർത്ത് മുന്നോട്ട് പോകാൻ അരൂജിന് കഴിയട്ടെ എന്നാണ് ഞങ്ങളുടെ ആശംസ. കഠിന അധ്വാനവുമായി അരൂജ് നേട്ടങ്ങൾ കൊയ്യാൻ വീണ്ടും മുന്നിൽ തന്നെയുണ്ട്.